മല്ലികേ മല്ലികേ നോക്കി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അല്ല, ഒരു 10,000 രൂപ താ. എന്താ കളിയാക്കണോ വാസേട്ടാ? നീ നാട്ടുകാർക്ക് മുഴുവനെ പൈസ കൊടുക്കണ്ടല്ലോ. നാട്ടുകാർക്ക് മൊത്തം ഞാൻ കാശ് കൊടുക്കാനോ? നിങ്ങൾ എന്താ വാസേട്ടാ പറയുന്നത്? പൈസ കൊടുത്ത് അത് കടം വാങ്ങിയ പൈസ അല്ലേ? 2,500 രൂപ അതല്ലേ കൊടുത്തത്? ആ, അത് എവിടുന്ന നിനക്ക് കൊടുക്കാൻ? ആ പൈസ എവിടെ നിനക്ക് കിട്ടി? അത് വാസേട്ടന്റെ പൈസ അടുത്ത് കൊടുത്തത്. എന്റെ പൈസയോ? നിങ്ങള് കോയമ്പത്തൂർ പണി കഴിഞ്ഞ് വന്നപ്പോ കൊറേ പൈസയും കൊണ്ടല്ലേ വന്നത്. അതിന്റെ അകത്ത് ഞാൻ 2,500 രൂപ റസിയക്കും കൊടുത്ത് 500 രൂപയ്ക്ക് 2 മാക്സിമം. നോണ പറയാൻ നിൽക്കരുത് കേട്ടാ. നോണ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പട കിട്ടും നിനക്ക്. നോണ പറയാനോ? ആ, ഞാൻ എന്തിനു വാസേട്ടനോട് നോണ പറയണോ? കോയമ്പത്തൂർ പണിക്ക് പോയി കിട്ടിയതിന്റെ പൈസ എന്റെ കയ്യിലുണ്ടെന്ന്. നിനക്ക് എവിടുന്ന പൈസ കിട്ടിച്ച അത് പറ. എന്റെ വാസുവേട്ടാ, നിങ്ങളെ കയ്യിൽ നിങ്ങള് ബിക്ഷോപ്പറിന്റെ അകത്തല്ലേ ഇട്ടത്? പണി കഴിഞ്ഞ് വരുമ്പോ ഒരു കവറും കൊണ്ട് വന്നില്ലേ? അപ്പൊ ഞാൻ അതിന്റെ അകത്ത് എടുത്തു കൊടുത്തു. നീ എന്റെ അടുത്ത് പൊട്ടം കളിക്കാൻ നിൽക്കാണ്. സത്യം വാസോട്ട്, നിങ്ങൾ ബിക്ഷോപ്പറിന്റെ അകത്ത് 10,000 രൂപ കിട്ടി. അതിന്റെ അകത്ത് 3,000 രൂപ ചെലവാക്കി. ആ ചെലവാക്കിയുള്ള ദേഷ്യല്ലേ കാണിക്കുന്ന? ബാക്കി 7,000 രൂപ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. 3,000 രൂപ കഴിച്ചിട്ട് ബാക്കി 7,000 രൂപ നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചു. പൈസ എടുക്കും. എവിടെ നിന്നാണ് പൈസ വന്നത്? എന്റെ അമ്മ വന്ന പിടിച്ചങ്ങളെ 7,000 രൂപ. അല്ല, അപ്പൊ ഈ പൈസ മല്ലികേ, അപ്പൊ ഇതെങ്ങനെ വന്നു? എന്ത്? ഇത് വാസോട്ടന്റെ പൈസയല്ലേ? നിങ്ങളെ പൈസയല്ലേ ഇത്? എന്റെ പൈസ എന്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ അത് കൂടെ 2,000 രൂപയോട് കൂട്ടിയിട്ട് വേണം ബാങ്കിൽ അടക്കാന്ന് വിചാരിച്ച് നിൽക്കണേ. எனக்கு கோயம்புத்தூர் இருந்து போனோம். கோயம்புத்தூர் இருந்து வந்தலே உള്ളൂ. ஆமா, நீ அடுத்த ஆഴ്ച வேலை கழிச்சு போலாம் தான் நினைச்ச. சும்மா பெട്ടെന്ന് டிடியில் கூப்பிட்டுச்சு என்ன. அது 2 ദിവസത്തെ പണിയുണ്ട്, അവിടെ കഴിഞ്ഞിട്ട് പോവാം. அது வேண்டாம், நான் போயிட்டு வரேன். அங்க நமக்கு ஒரு ஷெட் கட்டணும்னு சொன்னல, அதுல பக்கத்து வீட்டுல இருந்து பழைய ஆஸ்பெட்டோஸ் சீட்டு கம்மி விலைக்கு தரான்னு சொல்லி இருக்குது. அது வாங்கி வச்சுட்டு நான் வரேன். அது அவட அவளோடு வாங்கிடாம പറഞ്ഞ പോലെ. காசு என்கிட்ட தானே இருக்குது, நான் கொண்டு போய் கொடுக்கணும்ல. போயிட்டு வரட்டா? என்ன போப்போ. மல்லி, அந்த பிஷோப்பருக்குள்ள நான் ஒரு பொதியில 10,000 ரூபாய் கட்டி வச்சிருந்தேன். அந்த காசு கொடு. அது நின்று பின்னலாம. அது சரி. അണ്ണന്റെ പൈസയായിരുന്നു അത്? ആമാ. ഞാൻ വാസുവേട്ടന്റെ പൈസയാന്ന് വിചാരിച്ച അതിന്റെ അകത്ത് എടുത്ത് കുറച്ച് പൈസ ചെലവാക്കി. 3,000 രൂപ. ஏன் மல்லி, அதுன்னு காசு எடுக்கும் என்கிட்ட சொல்ல கூடாதா? நான் எத்தனை ஆവശ്യத்துக்கு വെച്ച காசு அது. நீ என்னடா பேக்ல கொண்டு போயிட்டு பைசா தர? ഞാൻ വാസുവേട്ടന്റെ പൈസയാന്നല്ലേ വിചാരിച്ചത്. അളിയാ, എന്റെ സ്വഭാവം தெரியுமில்ல, അത് കയ്യിൽ വെച്ചാ ഞാൻ ചെലവ് பண்ணும். அதனால தான் நான் அதுக்குள்ள വെച്ച പോകുമ്പോൾ എടുക്കലാണ്. അതേതാ, അങ്ങനെയാണെങ്കിൽ അവളോട് പറയണ്ടേ നീ. അത് പറയാമ പോലും തപ്പ്. ഇനി മീതി എവിടെ എടുക്കേ? 7,000 രൂപ ഉണ്ട്. അതാவது കൊട്, അത് കൊണ്ടുപോയി ഷീറ്റ് വാങ്ങി വെച്ചിട്ട് വരലാം. കാശ് എടുത്തു. அப்பவே சொல்லி இருந்தா 10,000 கிடைச்சிருக்கு. இப்ப 3,000 போச்சு. ഞാനിപ്പോ ട്യൂഷൻ ഫീസ് ഒരു 2,000 രൂപ മോന് കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ തരാം. சரி, இப்ப ஷீட்டுக்கு 5,000 தான் தேவைப்படும். பசங்களுக்கு தானே டியூஷன் காசு. 2,000 வச்சுக்கோ. அது வேண்டாம், நான் கொடுக்குறேன். பரவாயில்ல. வேண்டாம், இல்ல உன் கையில இருக்கிற காசு பேங்க்ல கட்டணும்ல, இது கொடுத்தோம். பரவாயில்ல, இருக்கும்போது தந்தா போதும். இப்போ ஷீட்டுக்கு இந்த 5,000 வச்சு நான் அட்ஜஸ்ட் பண்ணிக்கலாம். அப்ப நான் போயிட்டு வரட்டா? சரி. എന്തായാലും മോന് ഫീസ് കൊടുക്കാൻ പൈസ കിട്ടിയില്ല. എനിക്ക് സമാധാനം. എനിക്ക് സമാധാനായി. നിന്നോട് നേരം പറട്ടെ, പൈസ എടുത്ത് ചെലവാക്കുമ്പോ ഇത് എന്ത് പൈസയാണ്, എന്തിനെടുത്ത് വെച്ചിട്ടുള്ള പൈസയാണ് എന്നുള്ള കാര്യം എന്നോട് ചോദിക്കണം. ഇത് പള്ളിയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങാനും ഇത് വിഷയമായിരുന്നെങ്കിലോ ഇന്ന് വഴക്കിനുള്ള കാരണമായോ? പരീക്ക, ഞാൻ ഇതുവരെ ചെലവാക്കിയ പൈസ ഇല്ലേ, അതൊന്നും എന്റെ വാസോട്ടന്റെ പൈസയല്ല. ഓനും പറഞ്ഞ എവിടുന്നത് ഈ പൈസ? ആളിയന്റെ പൈസ. ആളിയന്റെ പൈസയാണ്. ഞാനിവക്ക് മാക്സി ഒക്കെ വാങ്ങിക്കൊടുത്തില്ലേ, അതൊക്കെ അണ്ണന്റെ പൈസയായിരുന്നു. അപ്പൊ ഈ ചോദിക്കാതെയാണോ ഈ കായൊക്കെ എടുത്തിട്ട് വന്ന്? ഞാൻ വാസോട്ടന്റെ പൈസ വെച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പൊ കൊറേ പൈസ ഉണ്ടാവും വിചാരിച്ച്. പ്രശ്നമല്ലോ. പ്രശ്നമൊന്നുമില്ല. എന്താ മൂപ്പര് പറഞ്ഞേ? അണ്ണനൊരു കുഴപ്പമില്ല അല്ലേ?
ആ അവന് പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞേ ഏതായാലും ഇപ്പൊ ഇവൾക്ക് വേണ്ടിട്ട് വേറെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഏതായാലും അവളങ്ങ് ചെലവാക്കി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ലാന്ന്. പിന്നെ പറഞ്ഞേ ഇവളതിന്റെ ഇടയ്ക്ക് തട്ടി അതേ കുട്ടിക്ക് പിന്നെ ഫീസ് കൊടുക്കാനൊക്കെ ഉള്ള പൈസ കൂടി വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ എന്തിനാ വെറുതെ അളിയനോട് ചോദിക്കണേ, ഞാൻ തരില്ല, എന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ, അതിന്റെ ആവശ്യമില്ലല്ലോ, ആക്കെ പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2000 രൂപ പിന്നെയും കൊടുത്തു. നമ്മളൊന്നും വിചാരിക്കണ മാരല്ല, അതൊക്കെ ഓന്റെ വിഷമം കൊണ്ടൊക്കെ അങ്ങനെ പറയണതാവേ. കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ഇഷ്ടാണ്ടാവും അങ്ങനെയൊക്കെ കാണിക്കണതേ. ഇപ്പൊ കുറച്ച് കായ് കിട്ടിയില്ല, അതിന്റെ സന്തോഷം. പറയണ പോലെ അത്രക്ക് നല്ല ആളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല, അതോ ഓന്റെ ദാരിദ്ര്യം കൊണ്ട് കാണിക്കണതാവും അങ്ങനെയൊക്കെ. ഇടക്കിടക്ക് വാസുചേട്ടൻ്റെ അടുത്ത് നിന്ന് പൈസ. നമസ്കാരം. ഞാനേ ഇന്നലെ ഈ ഓട്ടോയിലാണ് ഓട്ടം പോയത്. അപ്പൊ എന്റെ ഒരു 10,000 രൂപ ഞാൻ ഈ ഓട്ടോയിൽ വെച്ച് മറന്നിട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഓട്ടോയിൽ അന്വേഷിച്ചവൻ പറഞ്ഞു അതിനുശേഷം ഈ വീട്ടിലാണ് ഓട്ടം വന്നതെന്നാണ് പറഞ്ഞത്. സേവ് ചെയ്ത് 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മടക്കി തന്നാൽ വലിയ ഉപകാരമാണ്. അതെ 10,000 രൂപ അവിടെ കിട്ടിയിട്ടുണ്ട്. അഡ്മിഷനുള്ള കാശാണ്. പക്ഷെ വേറൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിപ്പോ ആളാരാന്ന് അറിയാതെ വേറൊരാളിപ്പോ പൈസ വാങ്ങിച്ച് പോയി വിടുന്നു. എന്ത് ചെയ്യും? കഴുതേനോട് വിളിക്കാൻ ഒരു ബഹളത്തിന് ഇപ്പൊ നിൽക്കരുത്. അല്ലാതെ പിന്നെ എങ്ങനെയാണോ വളരെ മാന്യായിട്ട് വിളിക്കാം, നമുക്ക് കാര്യം നടക്കണ്ടേ. ഇവിടെ വന്നിട്ട് ബാക്കി നമുക്ക് പറയാം. വളരെ മാന്യായിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇത് പോയിട്ടില്ലെങ്കിൽ പോകണ്ട. അവിടുന്ന് ഒരു കാറ് കോയമ്പത്തൂർക്ക് പോകണ്ട്, വേഗം ഇങ്ങോട്ട് വരാൻ പറയും. ആ പറഞ്ഞാൽ മതി. എത്തിണ്ടാവില്ല, സ്റ്റാൻഡിൽ എത്തിയില്ലാവില്ല. ഹലോ ഹലോ ആ അളിയാ, നീ എവിടെ എത്തി? ബസ് കിട്ടിയില്ലേ? ആ എന്നാ ഒരു കാര്യം ചെയ്യാളിയാ, ഇവിടുന്ന് ഒരു കാറ് കോയമ്പത്തൂർക്ക് പോകണുണ്ട്. ആ കാറിലാണ് പോവാ കേട്ടോ. ആ പിന്നെ 5000 രൂപയിലെ നിന്റെ കയ്യിലുള്ളൂ. ഞാൻ ഇപ്പൊ പരീക്കുട്ടിനെ കണ്ടപ്പോ പരീക്കുട്ടി എനിക്കൊരു 5000 രൂപ തരാനുണ്ട്. അപ്പൊ ആ 5000 രൂപ പരീക്കുട്ടി ഇപ്പൊ തന്നു. അപ്പൊ ആ 5000 കൂടെ നിനക്ക് അങ്ങോട്ട് തരാം. അങ്ങനെ 10000 രൂപ നീ നിന്റെ പൈസ ഉണ്ടല്ലോ അത് നീ കയ്യിൽ വെച്ചിട്ട് പൊക്കോ, അതാ നല്ലത്. ആ വേഗം വാ, വേഗം വാ. ആ 10 മിനിറ്റ്, അതെ 10 മിനിറ്റ് ഉള്ളൂ, 10 മിനിറ്റ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ വേഗം വാ. അതെ ഇപ്പോഴും വരാം, 10 മിനിറ്റ് ഉള്ളു വരാം. ചേട്ടാ ഒന്നും വിചാരിക്കരുത്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ പൈസ തരും കേട്ടാ. ഓ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആളത്ര ശരിയല്ല.